ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സഹായത്തിനായി കാത്തുനിന്ന 104 പേരെ ഇസ്രായേൽ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യുദ്ധത്തിന്റെ ഈ പുതിയ അധ്യായം ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ 30,000 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഫലസ്തീൻ അതോറിറ്റി അറിയിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രമേയം പാസാക്കുന്നതിൽ UN സുരക്ഷാ സമിതി നിരന്തരമായി പരാജയപ്പെടുന്നത് സംബന്ധിച്ച ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞിരുന്നു. വീറ്റോ അധികാരത്തെ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രവർത്തനത്തെ തളർത്തുന്നതിനുള്ള ഉപകരണമാക്കി മാറ്റുന്നുവെന്നായിരുന്നു ഇതു സംബന്ധിച്ചുള്ള ഗുട്ടറസിന്റെ വിമർശനം. ഫലസ്തീനിൽ വെടിനിർത്തൽ അത്യാവശ്യമാണെന്നും നിരുപാധികമായി ബന്ദികളെ വിട്ടയക്കണമെന്നും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സെക്യൂരിറ്റി കൗൺസിലിന് കഴിയുമെന്നും ഗുട്ടറസ് വ്യക്തമാക്കിയിരുന്നു. ഭക്ഷണ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 104 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 760-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യുദ്ധക്കുറ്റങ്ങളുടെ ചരിത്രത്തിലെ തന്നെ അഭൂതപൂർവമായ കൂട്ടക്കൊല എന്നാണ് ഈ ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിച്ചത്. ഫലസ്തീനുകളെ അവരുടെ ഭൂമിയിൽ നിന്ന് സമ്പൂർണമായി മാറ്റിപ്പാർപ്പിക്കാനും ഫലസ്തീൻ രാഷ്ട്രമെന്ന ലക്ഷ്യം ഇല്ലാതാക്കാനുമുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ആക്രമണമെന്നും ഹമാസ് ആരോപിച്ചിരുന്നു.